നിൽക്കും. ജയിക്കാൻ റെഡിയാണോ? എന്ത് ജയിക്കാൻ, എവിടെ ജയിക്കാൻ അല്ലെ? നഴ്സിംഗ് ലൈസൻസ് എക്സാംസ് സിമ്പിൾ ആയിട്ട് നമുക്ക് ജയിക്കാം. എങ്ങനെ? 4 കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അതിൽ ഒന്ന് ഞാൻ ഇപ്പൊ പറയാം. നഴ്സിംഗ് ലൈസൻസ് എക്സാംസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏജ്, ജെൻഡർ, മോഡിഫൈങ് ഫ്രേസസ് ആൻഡ് ഡയഗ്നോസിസ്. പീഡിയാട്രിക് അല്ലാതെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഏജിനെ എടുത്ത് കളയുക. ജെൻഡർ, പേഷ്യന്റ് സേഫ്റ്റിയെ നോക്കുമ്പോൾ നമുക്ക് ജെൻഡർ ഒരു വിഷയമാണോ കൺസിഡർ ചെയ്യാൻ? മെയിൽ ആണോ ഫീമെയിൽ ആണോ? നോ. അതുകൊണ്ട് അതിനെ എടുത്ത് മാറ്റാം. പിന്നെ 2 കാര്യങ്ങൾ എന്താ പറഞ്ഞത്? ഡയഗ്നോസിസ്, മോഡിഫൈങ് ഫ്രേസസ്. ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. ഒരു ബേബി, ഒരു 10 years മെയിൽ ബേബി ഡയഗ്നോസ്ഡ് വിത്ത് ഹൈപ്പോസ്പാഡിയാസിസ് ത്രോയിങ് അപ്പ് ബൈൽ കണ്ടന്റ്. ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 10 വയസ്സിനെടുത്ത് മാറ്റാം. മെയിൽ ബേബി, മെയിലിനെടുത്ത് മാറ്റാം. പിന്നെന്താ പറഞ്ഞേ? ഡയഗ്നോസിസും മോഡിഫൈഡ് ഫ്രേസസും. ഇവിടെ ഡയഗ്നോസിസ് എന്താ? ഹൈപ്പോസ്പാഡിയാസിസ്. മോഡിഫൈഡ് ഫ്രേസസ് എന്താ? ത്രോയിങ് അപ്പ് ഓഫ് ബൈൽ കണ്ടന്റ് എന്ന് പറഞ്ഞു. നിങ്ങൾ ഇതിനെ 2 കൺസിഡർ ചെയ്യുക. ഇതിൽ ഏതിനായിരിക്കും നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഡിസിഷൻ മേക്ക് ചെയ്യുക? ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളുടെ എക്സാംസിന് വരുന്നത്. ആ എക്സാം എന്താണ് ജഡ്ജ് ചെയ്യുന്നത്? ഒരു നഴ്സ് പേഷ്യന്റിനെ എത്രത്തോളം സേഫ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ നഴ്സിന്റെ കയ്യിൽ നമ്മുടെ പേഷ്യൻസ് സേഫ് ആണോ? ഇതാണ് എല്ലാ എക്സാംസും നഴ്സസിനെ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന ക്രാക്സ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നഴ്സിംഗ് ലൈസൻസ് എക്സാമിന് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള ക്രാക്സ് കിട്ടുന്നതായിരിക്കും. ഈ ക്രാക്സ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നഴ്സിംഗ് ലൈസൻസ് എക്സാം 90 to 100% സ്കോറോടുകൂടി നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. ആർ യു റെഡി ടു ജോയിൻ us ഹിയർ?